ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് കത്തോലിക്ക സഭയിലെ ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഏവർക്കും തിരുനാളിൻ്റെ പ്രാർത്ഥനകളും ആശംസകളും ഒത്തിരി സ്നേഹത്തോടുകൂടെ നേരുകയാണ്. 1925 ഈ തിരുനാൾ സഭയിൽ ആചരിക്കണമെന്ന് 11-ാം പിയൂസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തത്. ഇന്നേ ദിവസം എന്താണ് നമ്മുടെ ഹൃദയങ്ങളിൽ കൊണ്ടുവരേണ്ട സുപ്രധാനമായ ചിന്ത എന്ന് പറയുന്നത്? നമ്മുടെ പ്രാർത്ഥന ഇപ്രകാരമാകട്ടെ: പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ എന്ന്. എന്താണ് ദൈവത്തിൻ്റെ രാജ്യമെന്ന് പറയുന്നത്? അത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ രാജ്യമാണ്. ക്രിസ്തു എന്ന രാജാവ് നൽകിയ ഏക കൽപ്പന അത് തന്നെയാണല്ലോ: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുമെന്ന്. സ്നേഹം നിറഞ്ഞവരെ, ഈ കാലഘട്ടത്തിലും കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ രാജാക്കന്മാരും ഭരണാധിപന്മാരും തമ്പുരാക്കന്മാരും എല്ലാവരും തങ്ങളുടെ അധികാരം കൊണ്ടും ബലപ്രയോഗം കൊണ്ടും രാജ്യം കീഴടക്കിയപ്പോൾ, സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തു എന്ന രാജാവ് മനുഷ്യഹൃദയങ്ങളെ സ്വന്തമാക്കിയത് സ്നേഹം കൊണ്ടാണ്. തൻ്റെ ജീവൻ കൊടുത്തിട്ടാണ് മനുഷ്യഹൃദയങ്ങളിൽ ഈശോ എന്ന രാജാവ് സ്വന്തമാക്കിയത്. അതുകൊണ്ട് ഇന്ന് ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് സ്നേഹത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുക എന്നതാണ്. സ്നേഹമുള്ളിടത്ത് എല്ലാം ഉണ്ടെന്ന് തിരിച്ചറിയുക. സ്നേഹം കൊണ്ട് സ്വന്തമാക്കിയ ക്രിസ്തു എന്ന രാജാവിൻ്റെ പ്രജകളായ നമ്മൾ ഓരോരുത്തരും രാജാവ് നൽകിയ കൽപ്പന പാലിക്കാനായിട്ട് കടപ്പെട്ടവരാണെന്ന കാര്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ്ലിഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 1 മുതൽ 13 ഉൾപ്പെടെയുള്ള തിരുവചനങ്ങൾ ഹൃദയത്തിൽ ധ്യാനിക്കേണ്ടതാണ്. സ്നേഹത്തെക്കുറിച്ചാണ് സ്ലിഹ പറയുന്നത്. സ്നേഹമുള്ളിടത്ത് എല്ലാം ഉണ്ടെന്ന് തിരിച്ചറിയുക. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, ദൈവജനമേ, ഇന്ന് ക്രിസ്തുവിൻ്റെ ഈ രാജ്യത്തെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കണം: ഈശോ നൽകിയ കൽപ്പന ഞാൻ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ പാലിക്കുന്നുണ്ടോ എന്ന്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.